ലാൽ സലാം ഹൃദയപൂർവ്വം ഇന്ന് 26-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സിനിമയുടെ 25 ദിനത്തെ പോസ്റ്ററൊക്കെ വന്ന് ഗംഭീര മികച്ച രീതിയിലുള്ള ഒരു പോസ്റ്റർ. ഇന്ന് സിനിമയുടെ കളക്ഷൻ എങ്ങനെ പോകുന്നു? ഇന്ന് 331ഓളം ഷോകളാണ് സിനിമയുടേതായി ഇതുവരെ 9 മണി വരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ 8515ഓളം ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയതായി ട്രാക്കേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. 13,49,000 രൂപയാണ് സിനിമയുടെ കളക്ഷനായിട്ട് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത്. അതും 11% ഒക്യുപ്പൻസി. ഇന്നലെ ഇതേ സമയത്ത് സിനിമയ്ക്ക് 41% ഒക്യുപ്പൻസി. 56,50,000 രൂപയോളമായിരുന്നു സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് വന്നത്. 36,000 ടിക്കറ്റുകൾ വിറ്റുപോയി. 411 ഷോകൾ ഇന്നലെ റെക്കോർഡായിരുന്നു. ഞായറാഴ്ച അത്രത്തോളം ഗംഭീരമായിട്ടുള്ള തിരക്കായിരുന്നു. ഇന്ന് സ്വാഭാവികമായി പ്രതീക്ഷിച്ച ഇടിവ് തന്നെയാണ്. അതായത് ഈ ഒരു തിങ്കളാഴ്ച ദിവസത്തെ കളക്ഷൻ നല്ല ഇടിവുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാ സിനിമയ്ക്കും. അങ്ങനെ ഇന്ന് ഒരു 20-22 കോടിയോളമാണ് സിനിമയുടെ ഇപ്പോഴത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ. 25 ലക്ഷം രൂപ വരെ എത്താനുള്ള ചാൻസുകൾ ഏറെയാണ്. എന്താണെങ്കിലും നമുക്ക് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ ഒന്ന് നമുക്ക് നോക്കാം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 41,32 ലക്ഷം രൂപയാണ് 25 ദിനങ്ങൾ കൊണ്ട് നേടിയതായി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 4,15 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് $3.32 മില്യൺ, അതായത് 29,30 ലക്ഷം രൂപയോളം, അങ്ങനെ 75 കോടിയോളമാണ് സിനിമയ്ക്ക് 25 ദിനങ്ങൾ കൊണ്ട് നേടാൻ കഴിഞ്ഞത്. ഒരു ഫാമിലി എൻ്റർടൈനറായിട്ട് ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിജയം തന്നെയാണ് ഈ സിനിമയ്ക്ക് എത്തുന്നത്. എന്താണ്, സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരു സിനിമ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞപ്പോൾ സാധാരണ പ്രേക്ഷകരെല്ലാം ചിന്തിച്ചത് സാധാരണ ലെവലിൽ വന്നു പോകുന്ന ഒരു സിനിമയായിരിക്കും, ഇത്രത്തോളം ഹെവി ആകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇത് സിനിമയുടെ ഹെവിയേക്കാൾ കൂടുതൽ ആളുകളുടെ ഹൃദയത്തിൽ കയറിയത് കൊണ്ട് തന്നെയാണ് ഹൃദയപൂർവ്വം ഇത്രയും ഹൈലൈറ്റായി നിൽക്കുന്നതും എന്ന് നമുക്കറിയാം. എന്തായാലും ജനങ്ങൾ സ്വീകരിച്ചു, അതുകൊണ്ട് തന്നെ സിനിമ അത്ര ഗംഭീരവുമായി. ഇനിയും വരികയാണ് അടുത്ത സിനിമയിലേക്ക് ലാലേട്ടൻ മാറിയുന്നുണ്ട്. ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമയുടെ OTT റിലീസ് 26-ാം തീയതി OTT റിലീസാണ്. അപ്പോൾ ഫൈനൽ റണ്ണാണ്. ഈ ആഴ്ച കൂടെ സിനിമ ഇവിടെ തിയേറ്ററിൽ നിന്ന് ഒഴിയുകയാണ്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഇതുവരെ സിനിമ തിയേറ്ററിൽ പോയി കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് 2-3 ദിവസം കൂടിയുണ്ട്, പോയെന്ന് കാണാം. എന്തായാലും കണ്ട് രസിക്കാവുന്ന ഒരു സിനിമ, പ്രത്യേകിച്ച് ഫാമിലിയുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ലെവലിൽ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.